കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ്സ്. അതിനായിട്ട് നമ്മുടെ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എപ്സിലോൺ ആർ ആർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ആർ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നു. എപ്സിലോൺ തീറ്റ ഈക്വൽ ടു 1 ബൈ ആർ ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ പ്ലസ് യു ബൈ ആർ. സെക്കൻഡ് ഇക്വേഷൻ ഗാമ ആർ തീറ്റ ഈക്വൽ ടു ഡോ വി ബൈ ഡോ ആർ മൈനസ് വി ബൈ ആർ plus 1 by r into dou u by dou theta. Third equation. First equation theta വെച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് equation 1 with respect to theta, dou epsilon rr by dou theta equal to dou square u by dou r dou theta. Then fourth equation. അടുത്ത എപ്സിലോൺ തീറ്റയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ആർ. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് എപ്സിലോൺ തീറ്റ വിത്ത് റെസ്പെക്ട് ടു ആർ, ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ ഈക്വൽ ടു യു ബൈ ആറിൻ്റെ ഡെറിവേറ്റീവ്. യു ബൈ ആർ എന്ന് പറയുമ്പോൾ 1 ബൈ ആർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇപ്പോൾ 1 ബൈ ആർ ഇൻറ്റു യു എന്ന് എടുക്കാം. 1 ബൈ ആർ ഇൻറ്റു യു എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ 1 ബൈ ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു, അപ്പോൾ ഡോ യു ബൈ ഡോ ആർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു യു ഇൻറ്റു 1 ബൈ ആറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ ആർ സ്ക്വയർ. അടുത്ത ടൈം എടുക്കുക. അടുത്ത ടൈമിൽ 1 ബൈ ആർ കൊണ്ട് ഡോ വി ബൈ ഡോ തീറ്റ, അപ്പോൾ 1 ബൈ ആർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ വി ബൈ ഡോ ആർ ഡോ തീറ്റ മൈനസ് 1 ബൈ ആർ സ്ക്വയർ, അതായത് 1 ബൈ ആറിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ. ഇതിനെ ഫിഫ്ത്ത് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നു. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ഡോ യു ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഈക്വൽ ടു ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ ഈക്വൽ ടു എപ്സിലോൺ ആർ ആർ ബൈ ആർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഈ ഒരു ടൈം ഡോ സ്ക്വയർ വി ബൈ ഡോ ആർ ഡോ തീറ്റ. അതെടുത്തെഴുതാം. ഡോ സ്ക്വയർ വി ബൈ ഡോ ആർ ഡോ തീറ്റ മൈനസ് 1 ബൈ ആർ ഇൻറ്റു മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഈ യുവിൻ്റെ ടൈം വരുമ്പോൾ ഇനി എന്തുണ്ട്, യു ബൈ ആർ ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ വരുന്ന യു ബൈ ആർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ. എല്ലാ ടൈംസും ആയി. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ ഈക്വൽ ടു എപ്സിലോൺ ആർ ബൈ ആർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ വി ബൈ ഡോ ആർ ഡോ തീറ്റ മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഇത് എന്തിൻ്റെ എക്സ്പ്രഷനാണ്, ഈ ടൈം യു ബൈ ആർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ. അതായത് ഈ ഒരു എക്സ്പ്രഷൻ എപ്സിലോൺ തീറ്റ തന്നെയാണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ ആർ ഇൻറ്റു എപ്സിലോൺ തീറ്റ. ഇതിനെയാണ് ഇക്വേഷൻ 5 ആയിട്ട് എടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഗാമ ആർ തീറ്റയുടെ എക്സ്പ്രഷനെ ആർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതായത് ഡിഫറൻഷിയേറ്റിംഗ് 3 വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡോ ഗാമ ആർ തീറ്റ ബൈ ഡോ ആർ ഈക്വൽ ടു ഡോ വി ബൈ ഡോ ആറിൻ്റെ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ വി ബൈ ഡോ ആർ സ്ക്വയർ. അടുത്ത ലാസ്റ്റ് ടൈം ഈ ഒരു ടൈമിന് അടുത്ത ടൈം മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ. അതായത് ഈ ഫംഗ്ഷനെ 1 ബൈ ആർ ഇൻറ്റു വി എന്ന് എഴുതാം. ഇവിടെ ചെയ്തത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വി ഇൻറ്റു 1 ബൈ ആറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ ആർ സ്ക്വയർ. അടുത്ത പാർട്ടും അതുപോലെ തന്നെ. ഇവിടെ 1 ബൈ ആർ ഇൻറ്റു ഡോ യു ബൈ ഡോ തീറ്റയാണ് പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ആർ ഡോ തീറ്റ പ്ലസ് ഡോ യു ബൈ ഡോ തീറ്റ ഇൻറ്റു 1 ബൈ ആർ സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു ഡോ സ്ക്വയർ വി ബൈ ഡോ ആർ സ്ക്വയർ മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഡോ വി ബൈ ഡോ ആർ
minus v by r plus 1 by r into dou u by dou theta ഇവിടെ plus 1 by r into dou square u by dou r dou theta. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഈക്വൽ ടു dou square v by dou r square minus 1 by r into ഈ ഒരു ടൈം എന്താണ് ഡോ വി ബൈ ഡോ ആർ മൈനസ് വി ബൈ ആർ എന്ന് പറയുന്നത് വി ബൈ ആർ പ്ലസ് 1 ബൈ ആറിൻ്റെ ഡോ യു ബൈ ഡോ തീറ്റ. അത് ഗാമ ആർ തീറ്റയുടെ എക്സ്പ്രഷനാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയ ഒരു ഇക്വേഷൻ. ഡോ വി ബൈ ഡോ ആർ മൈനസ് വി ബൈ ആർ പ്ലസ് 1 ബൈ ആറിൻ്റെ ഡോ യു ബൈ ഡോ തീറ്റ. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ആർ തീറ്റ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ആർ ഡോ തീറ്റ ഡോ എപ്സിലോൺ ആർ ബൈ ഡോ തീറ്റ നമ്മുടെ തേർഡ് ഇക്വേഷനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്തപ്പോൾ കിട്ടി ഫോർത്ത് ഇക്വേഷൻ. ഈ ഒരു എക്സ്പ്രഷനാണ് ഡോ എപ്സിലോൺ ആർ ബൈ ഡോ തീറ്റ. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ എപ്സിലോൺ ആർ ബൈ ഡോ തീറ്റ. ഇതിനെ ആറാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷനെ ആർ വെച്ച് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ എക്സ്പ്രഷനെ ആർ വെച്ച് വിത്ത് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ ഡോ സ്ക്വയർ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ സ്ക്വയർ ഈക്വൽ ടു 1 ബൈ ആർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡോ എപ്സിലോൺ ആർ ബൈ ഡോ ആർ പ്ലസ് 1 ബൈ ആറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എപ്സിലോൺ ആർ പ്ലസ് അടുത്ത ഈ ടൈമിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ ആർ ഇൻറ്റു ഡോ ക്യൂബ് വി ബൈ ഡോ ആർ സ്ക്വയർ ഡോ തീറ്റ minus 1 by r square into dou square v by dou r dou theta minus 1 by r into dou epsilon theta by dou r minus 1 by r square into epsilon theta. അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ഇക്വേഷനെ സിക്സ്ത് ഇക്വേഷനെ തീറ്റ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ സ്ക്വയർ ഗാമ ആർ തീറ്റ ബൈ ഡോ ആർ ഡോ തീറ്റ ഈക്വൽ ടു പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഡോ ക്യൂബ് വി ബൈ ഡോ ആർ സ്ക്വയർ ഡോ തീറ്റ മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഡോ ഗാമ ആർ തീറ്റ ബൈ ഡോ തീറ്റ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ എപ്സിലോൺ ആർ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്, അപ്പോൾ ആർ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 1 ബൈ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ ഗാമ ആർ തീറ്റ ബൈ ഡോ ആർ ഡോ തീറ്റ ഈക്വൽ ടു 1 ബൈ ആർ ഇൻറ്റു ഡോ ക്യൂബ് വി ബൈ ഡോ ആർ സ്ക്വയർ ഡോ തീറ്റ മൈനസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ഗാമ ആർ തീറ്റ ബൈ ഡോ തീറ്റ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ എപ്സിലോൺ ആർ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഏഴാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനെ 7 എന്നും ഇതിനെ 8 എന്നും എടുക്കുന്നു. ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യുന്നു. 7 മൈനസ് 1 7 മൈനസ് 8 അവിടെ നിന്ന് ഡോ സ്ക്വയർ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ സ്ക്വയർ മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ ഗാമ ആർ തീറ്റ ബൈ ഡോ ആർ ഡോ തീറ്റ ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 ബൈ ആർ ഇൻറ്റു ഡോ എപ്സിലോൺ ആർ ബൈ ഡോ ആർ മൈനസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ ആർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ ക്യൂബ് വി ബൈ ഡോ ആർ സ്ക്വയർ ഡോ തീറ്റ മൈനസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വി ബൈ ഡോ ആർ ഡോ തീറ്റ മൈനസ് 1 by r into dou epsilon theta by dou r minus 1 by plus 1 by r square into epsilon theta. ഇതിൽ നിന്ന് ഇപ്പോൾ ഈ സെവൻത് ഇക്വേഷൻ ആണ്, അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? ഈ എയ്ത്ത് ഇക്വേഷൻ. അപ്പോൾ മൈനസ് 1 by r into ഡോ ക്യൂബ് വി ബൈ ഡോ ആർ സ്ക്വയർ ഡോ തീറ്റ മൈനസ് 1
plus 1 by r square into dou gamma r theta by dou theta minus 1 by r square into dou epsilon r by dou theta square, dou square epsilon r by dou theta square. ഇനി സിംപ്ലിഫൈ ചെയ്യണം. ഈക്വൽ ടു 1 by r into dou epsilon r by dou r minus 1 by r into ഈ ടൈം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എപ്സിലോൺ ആർ ബൈ ആർ. അടുത്തത് ഈ ഡോ സ്ക്വയർ വി ബൈ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ വി ബൈ ഡോ ആർ ഡോ തീറ്റ. ഈ ഒരു എക്സ്പ്രഷൻ അടുത്തെടുക്കുന്നു. മൈനസ് എപ്സിലോൺ തീറ്റ ബൈ ആർ. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനാണ് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. മൈനസ് 1 ബൈ ആർ ഇൻറ്റു dou epsilon theta by dou r minus 1 by r into dou gamma r theta by dou theta plus 1 by r into dou square epsilon r by dou theta square. ഇപ്പോൾ എല്ലാ ടൈംസും ആയല്ലോ. എപ്സിലോൺ തീറ്റ ബൈ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ടൈം, ഡോ സ്ക്വയർ ഗാമ ആർ തീറ്റ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു ടൈം, ഇത് ഡോ സ്ക്വയർ എപ്സിലോൺ ആർ ബൈ ഡോ തീറ്റ സ്ക്വയർ ലാസ്റ്റ് വരുന്ന ഈ ഒരു ടൈമായി. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിലുണ്ടായിരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മൈനസും പ്ലസും ഈ രണ്ടും ക്യാൻസൽ ആയി പോകും. ഇനി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈക്വൽ ടു 1 ബൈ ആർ ഇൻറ്റു ഡോ എപ്സിലോൺ ആർ ബൈ ഡോ ആർ മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഇത് ഏത് ടൈമാണ്? എപ്സിലോൺ ആർ ബൈ ആർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ആർ തീറ്റ മൈനസ് എപ്സിലോൺ തീറ്റ ബൈ ആർ. ഇത് ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ എന്ന് പറയുന്നത് ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ. ഈ ഒരു എക്സ്പ്രഷൻ ഇതാണ് അവിടെ വന്ന് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ കൊടുത്തു മൈനസ് 1 ബൈ ആർ ഇൻറ്റു ബാക്കി ടൈംസ് അതുപോലെ തന്നെ എഴുതാം. മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ മൈനസ് പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ഗാമ ആർ തീറ്റ ബൈ ഡോ തീറ്റ minus 1 by r square into dou square epsilon r by dou theta square equal to 1 by r into dou epsilon r by dou r minus ഇവിടെ 1 by r into dou epsilon theta by dou r ഉണ്ട്. ഇവിടെ ഒരു 1 by r into minus 1 by r into dou epsilon theta by dou r. അതിനെ minus 2 times dou epsilon theta by dou r plus 1 by r square into dou gamma r theta by dou theta minus 1 by r square into dou square epsilon r by dou theta square. ഇവിടെ അതിരുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡോ സ്ക്വയർ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ സ്ക്വയർ മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ ഗാമ ആർ തീറ്റ ബൈ ഡോ ആർ ഡോ തീറ്റ ഈക്വൽ ടു ഒരു എക്സ്പ്രഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോർമൽ സ്ട്രെയിൻ ഒരു സൈഡിലേക്കും ഷിയർ സ്ട്രെയിൻ ഒരു സൈഡിലേക്കും കൊണ്ടുപോകണം. ഇവിടെ നിന്ന് ഈ ഷിയർ സ്ട്രെയിൻ്റെ കമ്പോണൻറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെയുള്ള എല്ലാ നോർമൽ സ്ട്രെയിൻ്റെ കമ്പോണൻറ്റിനേക്കും ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്കും കൊണ്ടുവരും. ഇവിടെ നിന്ന് ഈക്വൽ ടു 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ഗാമ ആർ തീറ്റ ബൈ ഡോ തീറ്റ, അതായത് ഈ ഒരു ടേം ഞാൻ സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു ടേം പോയി കഴിഞ്ഞാൽ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സ്ക്വയർ ഗാമ ആർ തീറ്റ ബൈ ഡോ ആർ ഡോ തീറ്റ ഈക്വൽ ടു ഇവിടെ വരുന്ന നോർമൽ കമ്പോണൻസിൻ്റെ ടേം ഡോ സ്ക്വയർ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ സ്ക്വയർ. ഡോ സ്ക്വയർ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ സ്ക്വയർ. ഈ ടൈം അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 2 ഇൻറ്റു നേരത്തെ എടുത്ത് എഴുതിയപ്പോൾ ഇവിടെ 1 ബൈ ആർ പ്ലസ് 1 ബൈ ആർ എന്ന് പറഞ്ഞാൽ 2 ബൈ ആർ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ആറും കൂടെ വരും. 2 ബൈ ആർ ഇൻറ്റു ഈ ഒരു ടൈം വരുമ്പോഴേക്കും 2 ബൈ ആർ ഇൻറ്റു ഡോ എപ്സിലോൺ തീറ്റ ബൈ ഡോ ആർ. ഈ ഒരു ടൈം പോകുമ്പോഴേക്കും മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഡോ എപ്സിലോൺ ആർ ബൈ ഡോ ആർ. ഈ ടൈം ആകുമ്പോഴേക്കും പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എപ്സിലോൺ ആർ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഈ ഇക്വേഷനാണ് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം.